നമ്മുടെ പ്രേക്ഷകരെ നാടറിഞ്ഞ് നാട്ടുകാരെ അറിഞ്ഞ് ജനസ്പന്ദനമൊക്കെ അറിഞ്ഞ് നമ്മുടെ നാടിന്റെ ന്യൂസ് ഡെസ്ക് ഇലക്ഷൻ സ്കോഡ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരിയിലാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ചേരിയുടെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു. ഗൂഗിൾ മഞ്ചേരിയിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസിംഗ് എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? സർപ്രൈസിംഗ് എലമെന്റ് ഒന്നുമില്ല. മുസ്ലിം ലീഗിന് ശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ CPI യുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 2011 ഇവിടെ LDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി 30,000 വോട്ടിന്റെ ലീഡാണ്. 2016 20,000 കുറഞ്ഞു. കഴിഞ്ഞ വർഷം 14,000 ഭൂരിപക്ഷമാണുള്ളത്. അതായത് 2011 38,000 വോട്ടുണ്ടായിരുന്ന LDF 2016 അത് 50 ആക്കുന്നു, 2021 അത് 64 ആക്കുന്നു. അപ്പോൾ അവർക്ക് വോട്ടിന്റെ വർധനമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ വിജയത്തെ അത് സ്വാധീനിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല SDP ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. 2016 അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, 2,500ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടിക്കും ഇവിടെ വോട്ടിംഗ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ ഒരു 3,000ഓളം വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ് ഇവിടെ. പിന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് വന്നത് അദ്ദേഹം LDFിൽ നിന്ന് വന്ന ആളാണ്. 2010 ശേഷം LDFിലേക്ക് എത്തി, മുസ്ലിം ലീഗിലേക്ക് എത്തി. നേരത്തെ പൊന്നാനി, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. പിന്നീട് അയാൾ തൊഴിലാളി സംഘടനയുടെ ഭാഗമായി അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെയായി. അങ്ങനെ മുസ്ലിം ലീഗ് അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർ വളരെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. വളരെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവസ്ഥ? എന്ത് മാണ്ടാന്ന് നാണത്തിന്റെ കാര്യം ഇലക്ഷൻ അവസ്ഥ ഇലക്ഷൻ ഇടതുവശം തൂത്തുവാരും. മഞ്ചേരി ഇടതുപക്ഷം പിടിക്കും. മഞ്ചേരി പിടിക്കാൻ ചാൻസ് ഇല്ല. CPM കാരനാണോ? ആണ്, അതെ, പാർട്ടിക്കാരാണ്. എന്തുണ്ട് ഇലക്ഷൻ അവസ്ഥ? എന്താ വിജയിക്കട്ടെ, നല്ല ആൾക്കാർ ജയിക്കട്ടെ. അത് എല്ലാരും ജയിക്കണോ? എല്ലാരും ജയിക്കണോ? എല്ലാരും ജയിക്കൂല, ഒരാൾ ജയിക്കും. എന്താ അവസ്ഥ? പൊതുവിലെ നിലവിലെ അവസ്ഥ തന്നെ പോകും. ഭരണ തുടർച്ച ഉറപ്പാ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഞ്ചേരിയിൽ അങ്ങനെ സമ്മിശ്ര എന്തുകൊണ്ട് സുഖമാണോ? ചായ കുടിച്ചോ? ആകെ ഒരു സങ്കടം പോലെ നിൽക്കുന്നുണ്ട്. സങ്കടത്തിന്റെ കാര്യമൊന്നും. ഒരു കല്യാണത്തിന് പോവാ. കല്യാണത്തിന് പോവാ. നിശ്ചയം. ഗംഭീര ഫുഡ് ഉണ്ടാവില്ലേ? നല്ല ഫുഡ് ഉണ്ട്. എന്ത് ഫുഡായിരിക്കും? ഒരു KCB ഉദ്യോഗസ്ഥന്റെ മകന്റെ വിവാഹമാണ്. ബിരിയാണി ആയിരിക്കും? സദ്യ ഉണ്ടാവില്ല, വലിയ വലിയ ഐറ്റംസുകൾ ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരു വിഷമത്തിന്റെ കാര്യമില്ല. സന്തോഷം, ഹാപ്പി ആയിട്ട് ഒരു പ്രശ്നമില്ല. ആരാ ജയിക്കുന്നേ? LDF വരുന്നതാണ് UDF വരുന്നതാണ് നല്ലത്? ഞാനൊക്കെ LDFന്റെ ആളാണ്. നമുക്ക് കുറെ സഹായം കിട്ടി. ഞാൻ ഇപ്പൊ കമ്പിമ്മലാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിന്റെ ഒരു ഫണ്ട് എന്നൊക്കെ എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. കമ്പി എന്ത് പറ്റി? കമ്പി ആക്സിഡന്റ് ബൈക്കിന് ജീപ്പ് വന്നിട്ട് ഇടിച്ചാണ്ട്. കമ്പി ഇപ്പോഴും ഉണ്ട്. എടുക്കാൻ പറ്റാത്ത കമ്പി, വില കൂടിയ കമ്പിയാണ് അന്ന് അടിച്ചുപേന്ന് ഇട്ടത്. ഒക്കെ ശരിയാവും. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളപ്പോൾ മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ ഇവിടെ ബസ് സ്റ്റാൻഡിലാണ്. അങ്ങനെ എന്തുകൊണ്ട്? സുഖമാണോ? സുഖമാണ്. ഇലക്ഷന്റെ അവസ്ഥ എന്താ? ഇലക്ഷന്റെ അവസ്ഥ എന്താ വെച്ചാല് കുഴപ്പമില്ല. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ബ്ലോക്കല്ലേ? നല്ല ബ്ലോക്കാ. മലപ്പുറത്ത് എല്ലായിടും ബ്ലോക്കാണ്. എന്താ കാര്യം? വെറുതെ മനുഷ്യനിട്ട് വലയ്ക്ക. പാലം റോഡ് വലിയ വിശാലമായ റോഡ്, പക്ഷെ പാലം വരുമ്പോഴത്തേക്ക് അന്ന് വീതി കുറയുക. അതായത് ബ്ലോക്കിന് പ്രധാനമാണത്. റോഡൊക്കെ വീതിയുണ്ട്, പക്ഷെ റോഡിന്റെ 2 സൈഡിലും പ്രകടനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇലക്ഷൻകാലമല്ലേ, അത് പോട്ടെ, ക്ഷമിക്കാം. അപ്പോൾ ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സായത്? ഇത് അരീക്കോട് കാവന്നൂർ വഴി വെറ്റിലപ്പാറ വഴി ഓടക്കയത്തോട്ട് പോകുന്ന ബസ്സാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.